ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, സുഭാഷിതം 28:18 പറയുന്നു, ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനാണ്. നമ്മുടെ മാർഗം ധർമ്മത്തിന്റെ മാർഗത്തിലാണോ? ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു പോകാം. ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ. അദ്ദേഹം ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. മഞ്ഞ് പെയ്യുന്ന കാലം. കുതിരപ്പുറത്ത് വരുമ്പോഴാണ് തണുത്ത് വിറച്ച ഒരു യാചകൻ കൈ നീട്ടുന്നത്. കയ്യിൽ പണമില്ല. അദ്ദേഹം തൻ്റെ മിലിറ്ററി യൂണിഫോം വലിച്ചൂരി വാൾ കൊണ്ട് അത് നടുവെ പിളർന്നു. ആ പകുതി കഷണം ആ യാചകന് സമ്മാനിച്ചു. പകുതി അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യാത്ര തുടർന്നത്. രാത്രിയിൽ മാർട്ടിൻ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. മാലാഖമാരുടെ മധ്യേ പകുതി മിലിറ്ററി യൂണിഫോം ധരിച്ച് യേശു ഇരിക്കുന്നു. ഒരു മാലാഖ ചോദിച്ചു, എന്താ യേശുവേ അങ്ങ് ഈ വിധത്തിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ഈശോ പറഞ്ഞു, ഇത് മാർട്ടിൻ്റെ വസ്ത്രമാണ്. മാർട്ടിൻ എനിക്ക് തന്നതാണ്. പ്രിയപ്പെട്ടവരെ, അനാഥരിലും യാചകരിലും യേശു ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ മനോഭാവം നമുക്കുണ്ടാകാൻ ഈ സന്ദേശം സഹായകമാകട്ടെ. എത്ര അവശനാണെങ്കിലും പുറന്തള്ളപ്പെട്ടവനാണെങ്കിലും അവരിൽ യേശു ഉണ്ട് എന്ന തിരിച്ചറിവിലേക്ക് എല്ലാവരും കടന്നു വരാൻ, എല്ലാവർക്കും അതിനുള്ള ജ്ഞാനം ലഭിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർപ്പിക്കുന്നു. കൃപയുടെ അഭിഷേകം ഈ നിമിഷം ഓരോ വ്യക്തിയിലും നിറയട്ടെ. അങ്ങനെ ധർമ്മമാർഗം നമ്മുടെ മാർഗമായി മാറട്ടെ. ആമേൻ.